എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മലയാളികൾ കാത്തിരുന്ന ആ ഒരു സുവർണ അവസരം എത്തിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളമുള്ള സഹകരണ ബാങ്കുകളിലേക്ക് ഒരു മെഗാ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാന സഹകരണ സർവീസാണ് പരീക്ഷാ ബോർഡ്. പ്രധാനമായിട്ടും 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏപ്രിൽ 30-ാം തീയതിയാണ് ഇതിൻ്റെ അവസാന തീയതിയായിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിൽ ജോലി നേടാൻ അവസരം. കേരള സംസ്ഥാന സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് 2025-ലെ മെഗാ റിക്രൂട്ട്മെൻറ്റ് വിജ്ഞാപനം ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 30-ആണ്. ഇതിനു മുമ്പ് തന്നെ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ തസ്തികകളും ഒഴിവുകളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും ജൂനിയർ ക്ലർക്ക്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തികകളിലേക്കാണ് ഒഴിവുകൾ. ആകെ 200 ഒഴിവുകളാണുള്ളത്. ഒഴിവുകൾ തരംതിരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ സെക്രട്ടറി ഒരു ഒഴിവും, അസിസ്റ്റന്റ് സെക്രട്ടറി 4-ഉം, ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കേഷ്യർ 160-ഉം, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 2-ഉം, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 7-ഉം എന്നിങ്ങനെയാണ് ഒഴിവുകളുള്ളത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷവും OBC വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്കുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയിരിക്കേണ്ടതാണ്. അംഗീകൃത ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സമാന തസ്തികകളിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് ജൂനിയർ ക്ലർക്കാണ്. 10ാം ക്ലാസ് വിജയം, അതോടൊപ്പം തന്നെ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ്. അടുത്തത് അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. 50% മാർക്കോടെ ഡിഗ്രി, അതോടൊപ്പം തന്നെ സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ നാഷണൽ കൗൺസിൽ ഫോർ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് HDC പാസ്സായിരിക്കേണ്ടതാണ്. ഇതുമല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സും വിജയിച്ചിരിക്കേണ്ടതാണ്. ഈ മാനദണ്ഡങ്ങൾക്ക് പുറമെ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് നമുക്ക് BSc, MSc അല്ലെങ്കിൽ അംഗീകൃത BCom ബിരുദം നേടിയവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി അല്ലെങ്കിൽ MCA, MSc ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 3 വർഷത്തെ ജോലി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് സെക്രട്ടറി പോസ്റ്റിലേക്കുള്ളതാണ്. HDC ആൻഡ് BMൽ ബിരുദവും അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവർത്തന പരിചയവും അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ അതിന് മുകളിലുള്ള തസ്തികകളിൽ ജോലി ചെയ്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ ബിരുദവും അതോടൊപ്പം തന്നെ അക്കൗണ്ടൻ്റായി 5 വർഷത്തെ പ്രവർത്തന പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ അതിന് മുകളിലുള്ള സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ PG അല്ലെങ്കിൽ ഫിനാൻസ് പ്രധാന വിഷയങ്ങളായി MCom അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രധാനമായിട്ടും മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരിൽ നിന്ന് അല്ലെങ്കിൽ BCom സഹകരണ അക്കൗണ്ടൻ്റായി 7 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെക്രട്ടറിയുടെ ശമ്പള സ്കെയിൽ പരിശോധിക്കുമ്പോൾ 23,310 രൂപ മുതൽ 69,250 രൂപ വരെയാണുള്ളത്. അസിസ്റ്റന്റ് സെക്രട്ടറി 15,320 മുതൽ 66,470 രൂപ വരെയാണ് സ്കെയിൽ വരുന്നത്. ജൂനിയർ ക്ലർക്കാണെങ്കിൽ 8,750 രൂപ മുതൽ 51,650 രൂപ വരെയാണ് സ്കെയിൽ വരുന്നത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർക്ക് 23,310 രൂപ മുതൽ 68,810 രൂപ വരെ വരുന്നുണ്ട്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക്
16,890 രൂപ മുതൽ 46,830 രൂപ വരെ ശമ്പള സ്കെയില് വരുന്നുണ്ട്. അപ്പോൾ ഈ അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടിയവർ കൃത്യമായിട്ടും അപേക്ഷാ തീയതിക്ക് മുൻപായിട്ട് തന്നെ അപേക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ശേഷം ബോർഡ് നടത്തുന്ന എക്സാമിനേഷന് പുറമെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. അതുവഴിയാണ് ഉദ്യോഗാർത്ഥികളെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്തെത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വിവരങ്ങളും ആനുകാലികപരമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.